നാഗത്തിന് വേണ്ടി ഞാൻ എത്രയോ ത്യാഗങ്ങൾ ചെയ്തതാ. അതുപോലെ ഒരു നിമിഷം ആലോചിക്കാതെ എന്റെ അച്ഛനെ തന്നെ കൊന്നു അവള്. ഇപ്പൊ എന്റെ കുടുംബം ഇല്ലാതാക്കാനാണ് അവളുടെ ശ്രമം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ കാരണമാ ഇപ്പൊ എന്റെ കുടുംബം ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം. കൈവിട്ട് കളയരുത്. എഴുന്നേൽക്ക് മകളെ. ആ നാഗം നിമിത്തം ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? നിനക്ക് വേണ്ടി ഞാൻ എന്റെ മനസ്സ് മാറ്റുകയാണ്. എന്റെ ഇനത്തിലുള്ളവരോടുകൂടി ആരായട്ടെ, അവരും സമ്മതിക്കുകയാണെങ്കിൽ നിന്റെ പ്രശ്നത്തിന് ഞാൻ അറുതി വരുത്താം. കാർക്കോടക വംശത്തിന്റെ പിതാമഹന്മാരെ, നിങ്ങളുടെ ഈ നാഗനന്ദിയൻ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നിങ്ങളുടെ അനുവാദം തേടുകയാണ്. നീ ഇപ്പോൾ അനുവാദം ചോദിക്കാൻ വന്നതെന്തിനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ശിവതപസ്വിനി ഇതേ ആവശ്യം ഉന്നയിച്ചു മുൻപ് വന്നപ്പോൾ അലിയാത്ത നിന്റെ മനസ്സ് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ചഞ്ചലമായതെന്താണ്? ഒരു കുടുംബത്തിന്റെ കഥന കേട്ടപ്പോൾ നിന്റെ മനസ്സിത്രയ്ക്ക് അലിഞ്ഞത് എന്തിനാണ് നാഗനന്ദിയ? ഏതവസ്ഥയിലും നമ്മുടെ നാഗവംശത്തിന്റെ നന്മ മാത്രമാണ് നിന്റെ പ്രഥമമായ ലക്ഷ്യം. അതല്ലാതെ മനുഷ്യജന്മങ്ങളെ കുറിച്ച് ചിന്തിച്ച് നീ ഇങ്ങനെ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇതുവരെ നാഗത്താൽ കബളിപ്പിക്കപ്പെട്ടവരാരും തന്നെ എന്റെ അടുക്കൽ വന്നിട്ടില്ല. എന്നാൽ നാഗപൂജ നടത്തിയിരുന്ന ആ പെൺകൊടി അതേ നാഗത്താൽ വഞ്ചിക്കപ്പെട്ടതാണ്. കള്ളവും കാപട്യവും ഇല്ലാത്ത ആ പെൺകൊടിയുടെ മുഖം ദർശിച്ചാൽ നിങ്ങളും സഹായിക്കണമെന്ന തീരുമാനത്തിൽ എത്തിച്ചേരും. നീ ഇത്രമാത്രം പെരുമയോടെ പറയുന്ന ആ പെൺകുട്ടിയെ ഞങ്ങളും ഒന്ന് കാണട്ടെ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ബോധ്യമായി. ഞങ്ങൾ എതിർക്കുന്നില്ല. നാഗപൂജ ചെയ്ത പെൺകുട്ടിയെ സഹായിക്കേണ്ടത് നമ്മുടെ വംശത്തിന്റെ ധർമ്മം. ധർമ്മം എന്നും നിലനിൽക്കണം. നമ്മുടെ വംശത്തിൽ ഒരു ജീവൻ ഇല്ലാതായാലും നീതി നിലനിൽക്കുക തന്നെ വേണം. നിങ്ങളുടെ ഈ വാക്കുകളിൽ നിന്ന് ഇരുവരും എന്റെ തീരുമാനത്തെ ശരിവെച്ചെന്ന് എനിക്ക് തിരിച്ചറിയാനായി. നിങ്ങൾ അരുളിയ വാക്കുകൾ കാർക്കോടകന്റെ ആജ്ഞ എന്നിലേക്ക് അർപ്പിച്ചാൽ ഇത് കാർക്കോടകമുകിലന്റെ ആജ്ഞയാണ്. കാർക്കോടക വല്ലഭൻ ആജ്ഞ നൽകുന്നു. ശിരസാ വഹിക്കുന്നു ഞാനത്. ഭയപ്പെടാതെ മകളെ, നിങ്ങളെ സഹായിക്കുവാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു. ഞാൻ മകളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം. എന്നാൽ അതിനു മുൻപ് ഞാൻ പറയുന്നത് പോലെ ചെയ്യ. ശരി, അങ്ങ് പറയുന്ന പോലൊക്കെ ചെയ്തോളാം. എപ്പോഴാ കൊട്ടാരത്തിലേക്ക് വരുന്നേ? ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാം. സമയമാകുമ്പോൾ ഞാൻ എത്തുന്നതാണ്. നീ എവിടെയാണ് താമസം? തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള കൊട്ടാരത്തിലാ താമസിക്കുന്നത്. ശരി മകളെ, ഞാൻ വരാം. നീ സമാധാനമായി പോ. ഒരുപാട് നന്ദിയുണ്ട് സ്വാമി. ഞങ്ങൾ കാത്തിരിക്കും. ഗംഗേ, അദ്ദേഹം എന്തു പറഞ്ഞു? അദ്ദേഹം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാന്ന് സമ്മതിച്ചേർന്നേട്ടാ. സമയമാകുമ്പോ അദ്ദേഹം തന്നെ വന്നോളാന്നാ പറഞ്ഞ്. അതിനു മുൻപ് അവിടെ ചിലതൊക്കെ ഒരുക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്.
എന്താണോ പറഞ്ഞത് അതെല്ലാം നമുക്ക് ചെയ്യാം. നാഗനന്ദിയൻ വരാമെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി നന്ദിനിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. എങ്കിൽ വരൂ പോവാം. നീ എന്താ പൊറ്റിലേക്ക് നോക്കി നിൽക്കുന്നത്? ഒരു കാലത്ത് പൊറ്റിന്റെ ദ്വാരത്തിൽ മുട്ട വെച്ചാൽ നന്ദിനിക്ക് ശ്വാസം മുട്ടുമെന്നും പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെയുള്ള ഞാൻ തന്നെ ഇപ്പൊ നന്ദിനിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവളായി. നന്ദിനിയെ ഭക്തിയോടെ പൂജിച്ച് ഞാൻ തന്നെ അവളെ കൊല്ലണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ? ഇത്രയും നാള് ഞാൻ അവളോട് കാണിച്ച സ്നേഹത്തിന് അർത്ഥമില്ലാതായി പോവല്ലേ? മനസ്സിൽ ഏറ്റവും കൂടുതൽ വിങ്ങലുണ്ടാകുന്നത് നമ്മൾ ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചവരെ വെറുത്തു തുടങ്ങുമ്പോഴാ. ഇത്രമാത്രം നന്ദിനെ തള്ളി പറയേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. നന്ദിനെ ഓർത്ത് കുറ്റബോധം ഉണ്ടാകരുതെന്നാ കരുതിയിരുന്നെ. എനിക്ക് ഇപ്പൊ ഈ ചെയ്യുന്നൊക്കെ ശരിയാണോന്ന് അറിയില്ല. അതേ സമയത്ത് തന്നെ അരുണേട്ടൻ ഒന്നും വരുത്തരുതേ എന്ന് എന്റെ ഉൾമനസ് പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദിനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ചിട്ടുള്ളവളാ ഞാൻ. എന്നാ നന്ദിനിയോ അരുണേട്ടനോ എന്നുള്ള ചോദ്യം വരുമ്പോ നന്ദിനിയെ കൈവിട്ട് കളയല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. അല്ലടാ, പുതിയ സ്വാമി വല്ലതും വരുന്നുണ്ടോ? അതെ ധർമ്മേട്ടാ. പുതിയ സ്വാമി വന്നിട്ട് ഇനി ഇവിടെ എന്ത് വല മറിക്കാനാ? ആ നന്ദിനി നമ്മുടെ വീട്ടിൽ വന്ന് അനാവശ്യമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോവല്ലേ. അതിനൊരു അറുതി വരുത്താനായിട്ട് അരുൺമോനും മാധവിയൊക്കെ കൂടി ചേർന്ന് ഏതോ ഒരു സ്വാമി ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പോവാ. ഇങ്ങനെയുള്ള നാഗങ്ങളെ ബന്ധിക്കുന്ന കാര്യത്തിൽ ആ സ്വാമി ഭയങ്കര എക്സ്പെർട്ടാന്ന് പറഞ്ഞ്. ഏതോ ഗുഹയിലായിരുന്നു താമസം. മാധവി അരുണും കൂടി നിർബന്ധിച്ച് വരുത്തുന്നതാ. വരുന്ന സ്വാമി നന്ദിനിയുടെ പ്രശ്നത്തിൽ തീർച്ചയായും ഒരു തീരുമാനം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നേ. ഓ, ആ മാധവി ഇപ്പോഴാണ് നമുക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും വേണ്ടില്ല. ആ പാമ്പ് കാരണം ഈ കുടുംബത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സമാധാനമായേനെ. അല്ലമ്മേ, ആ സ്വാമി എപ്പോ വരുന്നാ പറഞ്ഞേക്കുന്നേ? രാഹുകാലം കഴിഞ്ഞാ വരുമെന്നാ പറഞ്ഞിരിക്കുന്നേ. രാഹുകാലൊക്കെ കഴിഞ്ഞല്ലേ ഇതേ? അപ്പൊ വന്നോണ്ടിരിക്കായിരിക്കും. ആ, ഞങ്ങളുടെ പാർട്ടിയിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഓരോ നേതാക്കന്മാരും വന്ന് പോറുള്ളതാ. ആയിരക്കണക്കിന് വാഗ്ദാനങ്ങളാ പറയാറ്. അതുപോലെ ഏതെങ്കിലും സ്വാമി ആയിരിക്കും. വന്നിട്ട് പോട്ടേന്നേ. പാമ്പിനെ പിടിക്കാനല്ലേ? സ്വാമി വരട്ടെ, നമുക്ക് കാണാൻ എന്താ ചെയ്യുന്നതെന്ന്.
കൊല്ലാനാണ് എല്ലാവരുടെയും പ്ലാൻ അല്ലേ? അതൊരിക്കലും അനുവദിക്കരുത്. അയ്യോ, നാഗനന്ദിയനല്ലേ അത്? ഗംഗെ, നാഗനന്ദിയൻ സ്വാമി വരുന്നുണ്ട്. എന്നാ വാ, കൂട്ടിക്കൊണ്ടുവരാം. വേഗം വാ. നമസ്കാരം സ്വാമി. ഈ കാണുന്ന പുറ്റ് ഈ പുറ്റിനകത്താ ഒരുപാട് നാളായിട്ട് ആ നാഗം കിടന്നിരുന്നത്. ഇതിനു മുമ്പ് നാഗം പ്രശ്നം ഉണ്ടാക്കിയപ്പോ അച്ഛന് പരിചയമുള്ള കൃഷ്ണൻ സ്വാമി എന്നൊരാള് ഈ പുറ്റിനകത്ത് വെച്ച നാഗത്തെ ബന്ധിച്ചത്. മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളൊന്നും എന്നോട് പറയേണ്ടതില്ല. നാഗത്തെ ഇല്ലാതാക്കാൻ എനിക്കറിയാം. ഗ്രഹണത്തിന് മുൻപായുള്ള 10ാമത്തെ നാഴികയില് നാഗവശ്യ പൂജ ആരംഭിക്കേണ്ടതുണ്ട്. നാഗവശ്യ പൂജ നടത്തേണ്ട സ്ഥലം ഏതെന്ന് എനിക്ക് ഉത്തരവ് ലഭിക്കുന്നതാണ്. ആ സമയത്ത് ഞാൻ അറിയിക്കാം. അതിനുടൻ തന്നെ നിങ്ങൾ ഏർപ്പാടുകൾ ചെയ്യേണ്ടതായി വരും. ശരി സ്വാമി, എന്തെപ്പം ചെയ്യണമെന്ന് സ്വാമിക്ക് അറിയാലോ. ഞങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ അതുപോലെ ചെയ്തോളാം. അതുവരെ അങ്ങേക്ക് ഈ കൊട്ടാരത്തിൽ തന്നെ തങ്ങാം. വന്നട്ടെ സ്വാമി. വരൂ. ഗുഹയ്ക്കകത്ത് താമസിച്ചുകൊണ്ടിരുന്ന സ്വാമി നന്ദിനിയെ പിടിക്കുവോ അതോ ഇനി നന്ദിനി സ്വാമിയെ പിടിച്ചു ഗുഹയ്ക്കകത്താക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. വന്നട്ടെ. സ്വാമി എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛാ, വരുന്ന സ്വാമിയുടെ സൈസൊക്കെ കണ്ടിട്ട് പാമ്പിനെ പിടിച്ച് മപ്പാസ് അടിക്കുന്ന ലക്ഷണം ഉണ്ടാ. എന്താ നിങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തെ കണ്ട് ആശ്ചര്യപ്പെട്ട് നോക്കുന്നേ? ആ നാഗത്തിൽ നിന്നും നമ്മളെ എല്ലാവരും രക്ഷിക്കാൻ വന്ന സ്വാമിയാണ് ഇദ്ദേഹം. ഇവനാണോ നന്ദിനിയെ ഇല്ലാതാക്കാൻ വന്നിരിക്കുന്നയാള്? ഇദ്ദേഹമാണ് നാഗനന്ദിയൻ സ്വാമി. വരുമെന്ന് പറഞ്ഞിരുന്നു. നമസ്കാരം സ്വാമി. ആന്റി, മേളിലെ 2ാമത്തെ റൂം റെഡിയാക്കി ഇടാൻ പറഞ്ഞിരുന്നില്ലേ? ആ, അതൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് മോനെ. ആ സ്വാമി, റൂമെല്ലാം റെഡിയാ. വാ പോവാം. വന്നാട്ടെ. നമസ്കാരം. ഇതിലെയാ? ഇവിടെയാണല്ലേ അവൻ താമസിക്കാൻ പോകുന്നേ?
അവനോട് നന്ദിനിയെ പറ്റിയുള്ള സത്യാവസ്ഥ പറഞ്ഞ് ഇവിടെയുള്ളവർ അവൾക്കെതിരെ പ്രവർത്തിക്കുന്നത് തടയണം. ഇപ്പൊ ഞാനിവിടെ അവനെ കാത്തു നിന്ന മാധവിയും അരുണും അവനോട് സംസാരിക്കാൻ അനുവദിക്കില്ല. അല്പം കഴിഞ്ഞു വന്ന് കാര്യം പറയാം. അകത്തേക്ക് വരൂ സ്വാമി. സ്വാമി, ഈ റൂമാണ് ഞങ്ങൾ സ്വാമിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സ്വാമിക്ക് ഇവിടെ താമസിക്കാം. എപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിച്ചോളാം. എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല. അല്പസമയം തനിച്ചിരിക്കണം. നിങ്ങൾക്ക് മടങ്ങാം. ശരി സ്വാമി. ആ നാഗം വസിച്ചിരുന്ന പുറ്റിൽ നിന്ന് വ്യക്തമാകുന്നത് വീര്യമുള്ള ഏതോ ഒരു നാഗമാണ് വസിച്ചതെന്നാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ അല്പം ആലോചിക്കേണ്ടതായുണ്ട്. നാഗമന്ത്രം ഉരുവിട്ടാൽ ആ നാഗത്തെ ഇവിടേക്ക് വരുത്താം. അത് വരുന്ന സമയത്ത് ശതമുഖാഗ്നി ഉപയോഗിച്ച് ആ പാമ്പിനെ നമുക്ക് ഇല്ലാതാക്കാം. വെളിയിൽ പാമ്പ് വസിച്ച പുറ്റ് കണ്ടില്ലേ? അതുള്ളപ്പോൾ ശതമുഖാഗ്നി എന്തിനുപയോഗിക്കണം? പുറ്റിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് നാഗവശ്യ പൂജ നടത്തിയാൽ ആ നാഗത്തെ വളരെ എളുപ്പത്തിൽ നശിപ്പിക്കാം. എന്റെ മുന്നിൽ തെളിഞ്ഞ ഒരു ഉപായവും അത് തന്നെയാണ്. കാർക്കോടക വല്ലപ്പനും നീയും ഒരുപോലെ തന്നെ ചിന്തിച്ചതുകൊണ്ട് അപ്രകാരം തന്നെ ചെയ്യാം. നാഗവശ്യ പൂജ എവിടെയാണ് നടത്തേണ്ടത്? നിത്യപൂജ നടക്കാത്ത ഭഗവതി ക്ഷേത്രങ്ങളിൽ നാഗവശ്യ പൂജ നടത്തിയാൽ ഫലം ലഭിക്കും. അത്തരം ഭഗവതി ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജ നടത്തിയാൽ മാത്രമേ നിനക്ക് ആ നാഗത്തെ ഇല്ലാതാക്കാനാകൂ. കാർക്കോടക മുകുലന്റെ വാക്കുകൾ ശരിയാണ്. അതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ആ നാഗത്തെ ഇല്ലാതെയാക്കുന്നതാണ്. ആരാണത്? അകത്തേക്ക് വാ. എന്തിനാണ് മറഞ്ഞു നിന്ന് ശ്രവിച്ചത്? ഒന്ന് കണ്ട് സംസാരിക്കാൻ വന്നതാ ഞാൻ. എന്താണ് നിന്റെ ആവശ്യമെന്ന് പറയാ. എന്തിനാണ് മറഞ്ഞു നിന്ന് ശ്രവിച്ചത്? ഒന്ന് കണ്ട് സംസാരിക്കാൻ വന്നതാ ഞാൻ. എന്താണ് നിന്റെ ആവശ്യമെന്ന് പറയാ. സ്വാമി, നിങ്ങളെല്ലാം കരുതുന്ന പോലെ നന്ദിനി ഒരു ദ്രോഹം ചെയ്യുന്നില്ല. അവളെ തെറ്റിദ്ധരിച്ചിരിക്കുക. നന്ദിനിയോ? ആരാണത്? അങ്ങ് നശിപ്പിക്കാൻ വന്ന നാഗത്തിന്റെ പേരാണ് നന്ദിനി. ഇവിടെയുള്ളവരെല്ലാം ചേർന്ന് നന്ദിനിയെ പല തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാ. എന്നാ നന്ദിനി അതിൽ നല്ല രക്ഷപ്പെട്ടു വന്നവളാ. ഒരുപാട് സിദ്ധികളൊക്കെ ഉള്ള ആളല്ലേ അങ്ങ്. സ്വാമി, ദയവി ഇത് നന്ദിനിക്ക് ആപത്ത് വരുത്തരുത്. അത് പറയാനേ ഞാൻ ഇങ്ങോട്ട് വന്നേ. നന്ദിനി ഒരു സാധാരണ നാഗമല്ല, അപൂർവതകൾ നിറഞ്ഞ ശക്തി നാഗമാണ്. അത് മാത്രമല്ല സ്വാമി, നന്ദിനി കാട്ടമ്മയുടെ കാലചക്രങ്ങൾ തിരികെ അവിടെ എത്തിക്കാനുള്ള ധർമ്മത്തിന്റെ പോരാട്ടത്തിലാ. നന്ദിനി അവളുടെ ലക്ഷ്യത്തിൽ വിജയിച്ചാലേ ധർമ്മം വിജയിക്കൂ. അങ്ങ് ധർമ്മത്തിനൊപ്പം നിൽക്ക്. നന്ദിനിയെ വെറുതെ വിട്ടേക്ക്. നന്ദിനിക്ക് വേണ്ടി ഇത്രയൊക്കെ സംസാരിക്കുന്നില്ലേ? നീ ആര്? ഞാൻ നന്ദിനിയുടെ കൂടപ്പറപ്പിനെ പോലെ സ്വാമി.
നന്ദിനിയുടെ അമ്മ പാർവതിക്ക് എന്റെ അച്ഛനായിരുന്നു സഹായിയായി നിന്നത്. ഇപ്പൊ ഞാൻ നന്ദിനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം. ഒരപേക്ഷയാണ് സ്വാമി ഇത്. നന്ദിനിയെ വെറുതെ വിടണേ. ഇവര് പറഞ്ഞ നാഗം ഒരു സാധാരണ നാഗമാണെന്ന് കരുതിയാണ് നശിപ്പിക്കാൻ വന്നത്. എന്നാൽ അത് ശക്തിനാഗമാണെന്നല്ലേ നീ പറയുന്നേ? അതിന് എത്ര അപൂർവതകളുള്ള നാഗമായാലും അതിനെ എനിക്ക് അവസാനിപ്പിച്ചേ മതിയാകൂ. കാരണം അതിനെ നശിപ്പിക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തു ഞാൻ. സ്വാമി, ആ രാജശേഖരനും മാധവിയും നല്ലവരല്ല. കാട്ടമ്മയുടെ സന്നിധിയിൽ നിന്ന് കാലചക്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വന്നവരാണ്. അവരേത് വിധത്തിലുള്ള ആളുകളായാലും എന്നോട് സഹായം അഭ്യർത്ഥിച്ചവരാണ്. എന്നിൽ അഭയം പ്രാപിച്ചവരെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. നിങ്ങൾ അവരെ ഇപ്പൊ സഹായിക്കുകയാണെങ്കിൽ അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്ന പോലെയാവും. നാഗപൂജ നടത്തിയവളെ ആ നന്ദിനി കൊല്ലാൻ ശ്രമിച്ചത് ധർമ്മമോ? ഗംഗ നന്ദിനിയുടെ ശക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴാ മറ്റൊരു വഴിയുമില്ലാതെ അവളെ കൊല്ലാനുള്ള ശ്രമം നന്ദിനി നടത്തിയത്. നന്ദിനി അത്തരം അബദ്ധം കാട്ടിയത് കൊണ്ടാ ഈ പ്രശ്നം എന്നിലേക്ക് എത്തിയത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. നീ ഇതിൽ തലയിടേണ്ട. അതല്ല, ഈ വീട്ടിൽ നന്ദിനിക്കായി സംസാരിക്കാൻ ഞാനേ ഉള്ളൂ സ്വാമി. സ്വാമിയുടെ കാല് പിടിച്ച് ഞാൻ പറയാ, നന്ദിനി ഒന്നും ചെയ്യരുത്. നീ എത്ര കെഞ്ചിയാലും എന്റെ മനസ്സ് മാറില്ല. എന്തെന്നാൽ നന്ദിനിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആ തീരുമാനം മാറ്റി മതിയാവും. ഒരിക്കലും മാറ്റില്ല. നന്ദിനി എന്റെ കൈകളാൽ ഇല്ലാതാകണമെന്നതാണ് വിധി.